ഹലോ നമസ്കാരം. LPG ഉപഭോക്താക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ LPG സിലിണ്ടറിൻ്റെ KYC പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അതിന് അതായത് ലാസ്റ്റ് ഡേറ്റ് ഏതാണെന്നുള്ളത് കൃത്യമായി സർക്കാർ കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ LPG ഉപഭോക്താവാണെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ LPGയുടെ KYC ഓഗസ്റ്റ് 16-നകം പൂർത്തിയാക്കണമെന്ന് ഈ നിർദ്ദേശത്തിൽ കൃത്യമായിട്ടൊരു പറഞ്ഞിരുന്നു. അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം 14-ാം തീയതിയാണ്. 15, 16 കഷ്ടിച്ച് 2 ദിവസം മാത്രമാണ് ഈ KYC നിങ്ങൾക്ക് പൂർത്തിയാക്കാനുള്ള സമയം ഉള്ളത്. ഇപ്പോൾ KYC എന്തുകൊണ്ടാണ് എന്നുള്ളത് പല ആൾക്കാർക്കും ചില സംശയം ഉണ്ടായിരിക്കും. ചിലർക്കറിയാം, എങ്കിൽ പോലും ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 2024 മുതലാണ് ഈ KYC സർക്കാർ കൊണ്ടുവരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം, അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം ഈ ഗ്യാസിൻ്റെ ഉപഭോക്തൃ പ്രശ്നങ്ങളൊക്കെ കുറേ കാര്യമായി ബാധിക്കുന്നു എന്നൊക്കെ തുടങ്ങുന്ന സാഹചര്യത്തിലാണ് ഗ്യാസ് സിലിണ്ടറിൻ്റെ ഉടമകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ അല്ലെങ്കിൽ ഈ സർക്കാർ സെല്ല് ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടർ അതിൻ്റെ യഥാർത്ഥ ഉടമകൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ KYCയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതായത് ഒരു തരത്തിലും സർക്കാരിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഗ്യാസ് ഒരു കരിഞ്ചന്തയിലേക്കും മറ്റ് സംവിധാനങ്ങളിലേക്ക് പോയി അനാവശ്യമായിട്ടുള്ള ക്ഷാമവും അനാവശ്യമായ വിലക്കയറ്റവും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ KYC എങ്ങനെ ചെയ്യാം? വളരെ എളുപ്പമായിട്ടുള്ള പ്രക്രിയയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാസ് ബുക്ക് ചെയ്യുന്ന ഒരു നിങ്ങളുടെ ഏജൻസിയുടെ ഒരു ബുക്ക് ഉണ്ടാവും. ഭാരത് ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്യാസിൻ്റെ ഏതിൻ്റെ ഗ്യാസ് ഏജൻസിയാണെങ്കിൽ ആ ബുക്കുമായി നിങ്ങൾക്ക് ചെന്ന് നിങ്ങളുടെ ആധാർ കാർഡോ തിരിച്ചറിയൽ രേഖയോ ചെന്നാൽ ഈ KYC നിങ്ങൾക്ക് പൂർത്തിയാക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസി വഴിയാണോ പൂർത്തിയാക്കാം, അവിടെ ചെന്ന് ചെയ്യാൽ മതി. ഇന്ത്യൻ ഓയിൽ 1 എന്നൊരു മൊബൈൽ ആപ്പ് വഴിയോ ഈ സാധനം ചെയ്യാവുന്നതാണ്. ഇനി ഡെലിവറിക്ക് വരുന്ന ആൾക്കാർ മുഖേന അവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ KYC ചെയ്തു തരും. ഇന്ത്യൻ ഭാരത് ഗ്യാസ് HP ഉപയോക്താക്കൾക്കൊക്കെ ആണെങ്കിൽ ഈ KYC ഓൺലൈനായി ചെയ്യാവുന്നതാണ്. അതായത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ കമ്പനി ആപ്പും ചിത്രം ഫോട്ടോ എടുക്കേണ്ടി വരും. അങ്ങനെ ഫോട്ടോ എടുക്കേണ്ടി വരും. ഫേസ് ID ആപ്പും ഫോണിൽ അതായത് ഫേസ് RD ആപ്പും ഫോണിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ 1800 23 33 555 ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അപ്ഡേറ്റുകൾ അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് ഈ KYC നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. LPG സിലിണ്ടറിൻ്റെ കമ്പനിയുടെ ആപ്പ് ഏതാണോ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. LPG അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ആദ്യം ഇത് ലോഗിൻ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് വരുന്ന OTP നിങ്ങൾ നൽകുക. എന്നിട്ട് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക. അതിനുശേഷം LPG അക്കൗണ്ട് ലിങ്ക് ചെയ്യുകയോ ആക്സസ് ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാം. ഇന്ത്യൻ ഗ്യാസിൻ്റെ അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാൻ 16 LPG ID ആണ് നിങ്ങൾക്ക് നൽകേണ്ടത്. BPCL, HPCL ആപ്പുകളിലേക്കാണ് ഈ KYC ഓപ്ഷൻ അതിൽ നേരിട്ട് ലഭ്യമായിരിക്കും. ഈ KYC ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഇന്ത്യൻ ഗ്യാസിൻ്റെ ആണെങ്കിൽ മൈ പ്രൊഫൈൽ വിഭാഗത്തിന് കീഴിൽ ഈ KYC ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഭാരത് ഗ്യാസിനാണെങ്കിൽ അത് ഹോം പേജിൽ തന്നെ ഈ KYCയുടെ ഓപ്ഷൻ ഉണ്ട്. ആപ്പിലാണ് ഞാൻ പറയുന്നത്. HP പേ ആപ്പിലേക്കാണെങ്കിൽ LPGയുടെ സെക്ഷന് കീഴിൽ ഈ KYCയുടെ ഓപ്ഷൻ ഉറപ്പായും ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് അതിൻ്റെ നിബന്ധനകൾ എന്ന് നോക്കി ആ ഡിക്ലറേഷൻ അക്സെപ്റ്റ് ചെയ്ത് നിബന്ധനകൾ മനസ്സിലാക്കി ആധാർ ഉപയോഗിച്ചിട്ടാണ് ഈ ഓതന്റിഫിക്കേഷൻ ചെയ്യുന്നത്. ആധാറിൻ്റെ ഓതന്റിഫിക്കേഷൻ, ഫേസ് ഓതന്റിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് നൽകാം. ആധാറിൻ്റെ ഫേസ് RD ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ മുഖം സ്കാൻ ചെയ്യേണ്ടത്. അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം ഈ KYC പൂർത്തിയാക്കും. അപ്പോൾ ആപ്പ് ഈ ആധാറിൻ്റെ ഫേസ് RD എന്നുള്ളൊരു ആപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഏതാണോ ആ ഏജൻസിയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കും. വെറുതെ ഗ്യാസ് ഏജൻസി വരെ പോകേണ്ട ആവശ്യമില്ല. എങ്കിൽ ഇനി അതും സാധിക്കുന്നില്ല, ടെക്നിക്കലി നിങ്ങൾക്ക് കുറച്ച് അറിവില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാസ് ഏജൻസി പോകാൻ. നിങ്ങളുടെ ഡെലിവറി ഏജന്റ് മുഖാന്തരവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതാണോ അവർക്ക് സാധിക്കുന്നത് അതും അവരും നിങ്ങളെ സഹായിച്ച് ഇത് ചെയ്തു തരാൻ സാധിക്കും. ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ അതാത് ഏജൻസിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇത് പൂർത്തിയാക്കാവുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
എന്തായാലും ഞാൻ ആ തീയതി ഒന്നുകൂടെ പറയാം. ആഗസ്റ്റ് 16 ഏറ്റവും അവസാനം, അതായത് ഈ പറയുന്ന KYC നിങ്ങൾക്ക് പൂർത്തിയാക്കേണ്ട ഏറ്റവും അവസാനത്തെ തീയതി. ആഗസ്റ്റ് 16 തന്നെ നിങ്ങളിത് പൂർത്തിയാക്കിയെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ LPG സബ്സിഡി, ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ LPG സബ്സിഡി കിട്ടുന്നില്ല എങ്കിൽ പോലും ഇനി LPG സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കൃത്യമായി ഈ KYC പൂർത്തിയാക്കണം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഗ്യാസ് നിങ്ങൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ KYC ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റാരെങ്കിലും നിങ്ങളുടെ പേരിൽ ഗ്യാസ് എടുക്കുന്നുണ്ടോ, ഇത് കഞ്ഞിന്തയിലേക്കൊക്കെയാണ് പോകുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിലവിൽ നമ്മളുടെ ഗ്യാസ് ബുക്കിങ്ങിലും ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. LPG ബുക്കിങ്ങിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സമയപരിധിയിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. 25 ദിവസം മുതൽ 45 ദിവസം വരെയാണ് നിലവിലുള്ള ബുക്കിങ്ങിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അർബൻ ഏരിയയിലേക്കാണെങ്കിൽ 25 ദിവസം വരെ, റൂറൽ ഏരിയയിൽ അപ് ടു 45 ദിവസം വരെ മിനിമം ഗ്യാപ്പ് നിങ്ങൾക്ക് ഒരു ഗ്യാസ് കുറ്റി ബുക്ക് ചെയ്ത് അടുത്ത ഗ്യാസ് കുറ്റി ബുക്ക് ചെയ്യാൻ വരെയുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഭാരത് ഗ്യാസിൽ ഈ കാലയളവിൽ മുമ്പ് വിളിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് കഷ്ടിച്ച് 20 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ആയിട്ടുള്ളൂ, എന്നാൽ ഗ്യാസ് ബുക്ക് ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് IVR റെസ്പോൺസിൽ കേൾക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കത് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കുക, 45 ദിവസം എന്നാണ് നിങ്ങൾക്ക് പൂർത്തിയാകുന്നത് അന്ന് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ബുക്കിംഗ് സാധ്യമാവും. അതിന് മുമ്പ് വിളിച്ചാൽ ബുക്കിംഗ് സാധ്യമാകില്ല. അതെന്താണെന്ന് വെച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ബുക്കിങ്ങിൻ്റെ ഗ്യാപ്പ് കേന്ദ്ര സർക്കാർ എടുത്ത് മാറ്റിയിട്ടില്ല. മാറ്റുകയാണെങ്കിൽ അതിന് പ്രത്യേക അപ്ഡേഷൻ നിങ്ങൾക്ക് വരും. സാധാരണഗതിയിൽ ബുക്കിംഗ് സൈക്കിൾ മാറുകയും ചെയ്യും. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ആഗസ്റ്റ് 16 തീയതിയിൽ നിങ്ങൾ എല്ലാവരും LPGയുടെ KYC പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോണിൽ തന്നെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. കാരണം ബുക്കിങ്ങിൻ്റെ അവസാന ദിവസങ്ങളിൽ തിരക്കുകൾ ഉണ്ടാവുക. അങ്ങനെ നിങ്ങൾ ഫോണിൽ തന്നെ ഇത് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉറപ്പാക്കാൻ ശ്രദ്ധിക്കുക. ആധാറിൻ്റെ ഫേസ് ID ആപ്പും അതാത് ഗ്യാസ് ഏജൻസിയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സ് വളരെ എളുപ്പത്തിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളോട് ഇത് പങ്കുവെക്കാനുള്ളത്. LPG ബുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും നമ്മൾ MalayalamTVNet.com വെബ്സൈറ്റിലും യൂട്യൂബ്, ഫേസ്ബുക്ക് ചാനലുകളിലും പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നന്ദി.